ഈ സ്വലാത്തിന്റെ സദസ്സ് കയറിയിട്ട് ഒരു ദശമൂലാരിഷ്ടം ഏറിക്കഴിഞ്ഞാൽ ഒരു കടയിൽ പോയി മേടിച്ചാൽ എത്ര കിട്ടുക നിങ്ങൾക്കറിയാലോ, 100 രൂപ കിട്ടൂലേ? പക്ഷേ സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നാൽ അത്ര രൂപക്കല്ല അത് കൊടുക്കുന്നത്, 4444 രൂപക്കാണ് ദശമൂലാരിഷ്ടം സദസ്സിൽ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ലേലം ചെയ്തിട്ട് ആൾക്കാർ മേടിക്കുകയാണ്. തങ്ങൾ ഊതിയിട്ടുണ്ട്, തങ്ങൾ തുപ്പിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇത് കൊടുക്കുകയാണ്. ഈ സാധുക്കൾ ഇത് മേടിച്ച് കുടിക്കുകയാണ്. നിങ്ങൾ രംഗൊന്ന് കണ്ടു നോക്ക്. അങ്ങ് പറഞ്ഞോട്ടെ, നല്ലൊരു സംഖ്യ വാങ്ങിക്കോട്ടെ വേഗം. അള്ളാഹു ശിഫാക്കട്ടെ, അള്ളാഹു ആഫിയത്താക്കട്ടെ. നാടൻ വിഭവമാണെന്ന് തോന്നല്ലേ, ആയുർവേദമല്ലേ? ദശമൂലാരിഷ്ടം ഈ സദസ്സിൻ്റെ ഒരു ബർക്കത്തിന് തങ്ങളുപ്പാപ്പയുടെ ഊത്ത് കിട്ടിയ ദശമൂലാരിഷ്ടത്തിന് ഒന്നുകൂടി ഊർജം കിട്ടും. അതുകൊണ്ട് നല്ലൊരു സംഭാവന പറഞ്ഞാൽ അതൊരാൾക്ക് തരാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ, പറഞ്ഞോളി, വിളിച്ചോളി. 1000 റുപ്യ ആരാ പറഞ്ഞേ? ബാപ്പു സക്കാഫി 1000 പറഞ്ഞു. 1500 നമ്മളെ ഉമറാക്കളിൽ പ്രധാനിയാണ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 1500 4444 രൂപ വരെ പറയാം. ബിസ്മില്ലാ, തങ്ങൾ പാപ്പന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വാങ്ങാം. ഏത് രോഗം ഉണ്ടെങ്കിലും അള്ളാഹു അവർക്ക് ഇതിൽ ശിഫ കൊടുക്കട്ടെ. ബിസ്മില്ലാ, ആരാ പറയാ? 4454. വേഗം വന്നോട്ടെ, മതി പെട്ടെന്ന് കച്ചവടം കഴിഞ്ഞു. സഹോദരങ്ങളെ, നമ്മൾ പോയിട്ട് ചോദിക്കും, കോട്ടക്കൽ ആരെ വൈദ്യശാല ചോദിക്കും, ഇനി പോകാനുള്ള വണ്ടി കൂലി തരാം, പോയി ചോദിച്ചു നോക്കി എന്താണ് അതിൻ്റെ വില. ഇനി അത് ഏത് രോഗത്തിനൊക്കെയാണ് കൊടുക്കുക? ഇത് സർവ്വ രോഗങ്ങൾക്കും ഇതുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്, നമ്മളിങ്ങനെ ഇരുന്ന് പടച്ചറപ്പിൻ്റെ ദുനിയാവിൽ മനുഷ്യന്മാർ ജീവിക്കാൻ വേണ്ടി കാണിക്കുന്ന ഓരോരോ വഴികളിൽ അള്ളാഹിൻ്റെ ദീന് വെച്ച് ജീവിക്കേ. ഖുർആൻ പറഞ്ഞ വാക്ക് നോക്കൂ, ഇന്ന കസീറം മിനൽ അഹ്ബാരി, ധാരാളം പണ്ഡിത പുരോഹിതന്മാരുണ്ട്, വറുഹ്ബാൻ ലയകുലൂന അംവാലന്നാസി ബിൽ ബാതിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നവരാണ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തുനിന്ന് വഴിതെറ്റിക്കുന്നവരാണ്. ഈ പറഞ്ഞ ഊതുന്നോരൊക്കെ അവർക്ക് അസുഖം വരുമ്പോൾ നല്ല നല്ല ആശുപത്രികളിലാണ് പോയി കിടക്കുന്നത്, നല്ല നല്ല വടിപടി ആശുപത്രികളിലേക്ക് ഓടിപ്പോവുകയാണ്. അപ്പോൾ ഈ ദശമൂലാരിഷ്ടം എവിടെ? അപ്പോൾ ഊതിയ വെള്ളം എവിടെ? ഊതിയ വ്യക്തി എവിടെ? എന്തിന്? പ്രിയപ്പെട്ട കേരളത്തിൻ്റെ അറിയപ്പെടുന്ന ഒരു നേതാവ് ഇത്തരം ഊത്തുകളുടെയും ബറക്കത്തിൻ്റെയും ഒക്കെ പോരിശ പറയാറുണ്ട്. അദ്ദേഹത്തിന് തിമിരത്തിൻ്റെ അസുഖം വന്നിട്ട് നമ്മുടെ പെരിന്തൽമണ്ണയിലെ എബൈറ്റ് ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് ചികിത്സ ചെയ്തു പോയത്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട്. അത്രയുള്ളൂ. അവനവൻ്റെ കാര്യം വരുമ്പോൾ നല്ല അടിപൊളി ഹോസ്പിറ്റലിൽ ഓടിപ്പോവുകയാണ്. നല്ല ഇൻ്റർനാഷണൽ ചികിത്സയാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാധുക്കൾ വരുമ്പോൾ 4444 റുപ്യൻ്റെ ഈ അരിഷ്ടം കൊണ്ടുപോയി കുടിച്ചാൽ എല്ലാ രോഗം പറയാം.